പഴകുളം മധു ഇതൊക്കെ പറയുമ്പോഴും ഇന്ന് വിവിധ യോഗങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേട്ട കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടായി കാണും. സംസാരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണോ അതോ സീതാറാം യെച്ചൂരിയാണോ എന്ന് കേട്ടപ്പോൾ. ഇല്ല, അതിൻ്റെ ആവശ്യം ആർക്കുമില്ല. കോൺഗ്രസ്സുകാർക്ക് ആർക്കും ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും താങ്കൾക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും CPM നേതാക്കന്മാർക്കോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പ്രവർത്തകർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അത്ഭുതപ്പെടാനുമില്ല. കാരണം CPM അടക്കം എല്ലാ പുരോഗമന ചിന്താഗതിക്കാരായിട്ടുള്ള ആൾക്കാർ രാജ്യത്തെ ജനങ്ങളോട് തെരഞ്ഞെടുപ്പ് വേദിയിൽ എന്താണോ പറയേണ്ടത് ആ കാര്യം രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് CPM-ൽ കുറേ ആൾക്കാർ കൂടി രാഹുൽ ഗാന്ധി ഇത്ര പരിപക്വമായി, ഇത്ര ദേശീയബോധത്തോടു കൂടി രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഒരു നാഷണൽ ലീഡറിൻ്റെ സ്റ്റേച്ചറിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം ഒരു കവിത ആസ്വദിക്കുന്ന പോലെ കേരളത്തിലെ എല്ലാ ജനങ്ങളും ആസ്വദിച്ചു. കോൺഗ്രസ്സുകാരിൽ അത് വർദ്ധിച്ച ആവേശമുണ്ടാക്കി. ഇടതുപക്ഷ ചിന്താഗതിക്കാരായിട്ടുള്ള ആൾക്കാർക്ക് രാഹുൽ ഗാന്ധി, അത് തന്നെയാണ് പഴകുളം മധു ഞാൻ പറഞ്ഞത്. ആ കവിത ഇടതുപക്ഷക്കാരും ആസ്വദിച്ചു എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അത് താങ്കൾ സമ്മതിച്ചല്ലോ. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു എന്ന് ഇത്രയേ ഉള്ളൂ. ശ്രീ പഴകുളം മധു, അദ്ദേഹത്തിൻ്റെ പ്രസംഗം കവിത പോലെ ആസ്വാദ്യകരമായിരുന്നുവെങ്കിൽ ആ മാതൃക പിന്തുടരാൻ കേരളത്തിലെ നേതാക്കൾ, താങ്കളടക്കമുള്ളവർ തയ്യാറാകണം, മാതൃക കാട്ടണം. രാഹുൽ ഗാന്ധിയെ മാതൃകയാക്കുകയാണ് വേണ്ടത്. രാഹുൽ ഗാന്ധി ദേശീയ നേതാവാണ്. അദ്ദേഹം നയിക്കുന്ന യുദ്ധം ഇന്ത്യയിലെ വർഗീയ ശക്തികൾക്കെതിരായിട്ടാണ്, ചിത്രശക്തികൾക്കെതിരായിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഫ്രെയിം വലുതാണ്. അദ്ദേഹം സംസാരിക്കുന്നത് മോഡി സംസാരിക്കുന്ന പോലെയല്ല. ഏറ്റവും ചെറിയ കാര്യങ്ങൾ എടുത്ത് പ്രസംഗത്തിൽ ഉപയോഗിക്കുക, ചെറിയ ആൾക്കാരെ പോലും വിമർശിക്കുക തുടങ്ങി രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രിയും ഉപയോഗിക്കാത്ത പദപ്രയോഗങ്ങൾ, വാക്കുകൾ, രാഷ്ട്രീയ കാര്യങ്ങൾ ഉപയോഗിച്ച് പ്രസംഗിക്കുന്ന മോദി ശൈലിയല്ല രാഹുൽ ഗാന്ധിക്കുള്ളത്. ശരി, അദ്ദേഹം രാജ്യത്തെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ്. ജനങ്ങളോട് ഏത് വിഷയങ്ങൾ സംസാരിക്കണം, മനസ്സിലായി, ഓരോ വിഷയത്തെയും എങ്ങനെ കൈകാര്യം ചെയ്യണം, അതുകൊണ്ട് തന്നെ ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പ് ലൈനിലാണ് വളച്ചുകെട്ടില്ലാതെ, അതിന്റെ അർത്ഥം കേരളത്തിൽ വളച്ചുകെട്ടില്ലാതെ അദ്ദേഹം സംസാരിച്ച ഓരോ കാര്യത്തിലേക്ക് നേരിട്ടായി വരാം.